ഉം, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ എപ്സ്റ്റൈൻ ഫയലല്ലേ അല്ല അതിൻ്റെ ഒരു ഒരു സാമാന്യ ബുദ്ധി ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല അയാൾ മരിച്ചിട്ടുണ്ടെന്നുള്ളത്. കാരണം അയാൾ ഇതിനു മുന്നേ അറസ്റ്റായപ്പോൾ അയാൾക്ക് ആ ജയിലിൽ കിട്ടിയ ഫെസിലിറ്റീസും ഗവൺമെൻറ് നൽകിയ ഫെസിലിറ്റീസ്, അതായത് 12 മണിക്കൂർ വർക്കിന് പുറത്ത് പോകാം. അപ്പോൾ ആ 12 മണിക്കൂറിന് ശേഷം വന്ന് തിരിച്ചു കയറിയാൽ മതി. അതേതാണ്ട് 18 മാസമെങ്ങാണ്ട് അയാൾ അകത്ത് കിടന്നിട്ടുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ സൗകര്യങ്ങൾ കിട്ടിയ ഒരു വ്യക്തി പിന്നീട് വീണ്ടും പരാതികൾ പൊങ്ങുകയും പ്രശ്നങ്ങളാവുകയും ചെയ്തതിൻ്റെ ബലത്തിൽ ഒരു മാസത്തേക്ക് കണ്ടിന്യൂസ് ജയിലിൽ കിടക്കേണ്ടി വന്നു. അപ്പോൾ അയാൾ ആത്മഹത്യ ചെയ്തു. എനിക്ക് തോന്നുന്നില്ല കേട്ടോ, കാരണം അങ്ങനെ ഒരു ആത്മഹത്യ വരാൻ വഴിയില്ല. മേ ബി അയാളിപ്പോൾ വേറെ എവിടെയെങ്കിലും വേറൊരു ഐഡൻറ്റിറ്റിയിൽ ജീവിച്ചിട്ടുണ്ടാവാം. എനിക്ക് തോന്നുന്ന കാര്യം കേട്ടോ, ശരിയാകണമെന്നില്ല. ഒന്നാലോചിച്ച് നോക്കി, ഒരു വലിയ ജനക്കൂട്ടത്തിൻ്റെ ശ്രദ്ധ ഈ ഒരു വിഷയത്തിലോട്ട് മാറ്റി. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇത് മാത്രമല്ലേ ഉള്ളൂ ചർച്ചകൾ വരുന്നത്. അപ്പോൾ ഇതിലോട്ട് തിരിച്ച് ഇതിൻ്റെ പിന്നിൽ വേറൊരു പണി നടക്കുന്നുണ്ടെങ്കിലോ, ഇതിലും ഭീകരമായത് അങ്ങനെയും വരാമല്ലോ. അതായത് എന്നാ പറയുക, ഒരു ചെറിയ കേസ് ഇട്ട് കൊടുത്ത് അതിൻ്റെ പിന്നിൽ കൂടെ വേറെ കളി അങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനെ വരാമല്ലോ, ചിന്തിക്കാമല്ലോ. കാരണം ഇത്രയൊക്കെ ക്രൂരത ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു വലിയ എന്താ പറയുക ഒരു സംഘം, ഇപ്പം നമ്മൾ ഈ കാണുന്ന വേൾഡ് എങ്ങനെ പോകണം, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ കാണുന്ന ലോകത്തെ സാമ്പത്തിക സ്ഥിതി എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് തീരുമാനിക്കാൻ ശേഷിയുള്ള ആൾക്കാർ ചേർന്ന് നടത്തുന്ന ഇത്രയും വലിയൊരു ക്രൈം സിൻഡിക്കേറ്റ്. അപ്പം അവർ വിചാരിച്ചാൽ ഈ പറഞ്ഞ ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്യാൻ ഒരു പാടുമില്ല. എനിക്ക് തോന്നുന്ന കാര്യം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം തന്നത് ചിലപ്പം ഈ പറഞ്ഞ ഒരാൾ ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ ഞാനിപ്പോഴും ഒരു 99% വിശ്വസിക്കുന്ന അയാൾ വേറെ എവിടെയോ ഉണ്ട്. ഇത്രയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരാൾക്ക് അത് അയാൾക്ക് മീൻസ് ആ ഒരു ഗ്രൂപ്പിന് അതൊരു വലിയ കാര്യമല്ല.